ഇതാ പാലക്കാട്ടെ മെഡിക്കൽ കോളേജിനെ കുറിച്ചാണ് ഇനി എനിക്ക് സംസാരിക്കാനുള്ളത്. പാലക്കാട്ടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയകളൊക്കെ തുടങ്ങിയിരിക്കുകയാണ് പാലക്കാട്ടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ. നിങ്ങൾ ഓർക്കണം, പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ നാട്ടിൽ കുറേ മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയിരുന്നു. ജനറൽ ആശുപത്രികളുടെയൊക്കെ മുന്നിൽ കൊണ്ടുപോയി, ഇവിടെ തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയുടെ അടക്കം മുന്നിൽ കൊണ്ടുപോയിട്ട് മെഡിക്കൽ കോളേജ് എന്ന് ബോർഡങ്ങ് വെച്ചു. അതോടെ ആശുപത്രി മെഡിക്കൽ കോളേജായി മാറി. പക്ഷേ ചികിത്സയ്ക്ക് എന്നാൽ ഒരു PHCനേക്കാളും കഷ്ടമായിരുന്നു പണ്ട് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രി. ഇന്ന് നിങ്ങൾ ആ ആശുപത്രിയിലേക്ക് ഒന്ന് ചെന്ന് നോക്കൂ. അവിടെ ഏതൊക്കെ വിധത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങളാണ്, ഏതൊക്കെ വിധത്തിലുള്ള ഡോക്ടർമാരുണ്ട്, സ്പെഷ്യലിസ്റ്റുകളുണ്ട്, മരുന്നുകളുണ്ട്. അതാണ് ഈ മാറ്റം. പാലക്കാട് നിന്ന് സച്ചിൻ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. സച്ചിൻ, ഗുഡ് മോർണിംഗ്. പാലക്കാട് മെഡിക്കൽ കോളേജ് ഇതാ പുതിയ ഒരു ചുവടുവയ്പ്പാണ്, പുതിയ തരത്തിലേക്ക് കടക്കുകയാണ്. അവിടെ ഏറ്റവും ആധുനിക ശസ്ത്രക്രിയകൾക്കൊക്കെ തുടക്കം കുറിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു മികവിൻ്റെ കാലഘട്ടത്തിലേക്ക് ആശുപത്രി കടക്കുന്നു എന്ന് പറയാം, അല്ലേ? തീർച്ചയായും മനു പറഞ്ഞെടുത്ത് തന്നെ വെച്ച് തുടങ്ങാമെന്ന് കരുതുന്നു. കാരണം 2014 ഉമ്മൻചാണ്ടി സർക്കാരാണ് ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് മാത്രം പോകുന്ന ഒരു സ്ഥിതിയാണ് 2014 ഉണ്ടായത്. അതിനുശേഷം 2016 വന്ന ഒന്നാം പിണറായി വിജയൻ സർക്കാരാണ് പാലക്കാട് മെഡിക്കൽ കോളേജിനെ മെഡിക്കൽ കോളേജാക്കി മാറ്റിയത് എന്ന് തന്നെയാണ് നാട്ടുകാരും അതേപോലെ തന്നെ അതിൻ്റെ യാഥാർത്ഥ്യവും. കാരണം 2016 ശേഷം ഈ 9 വർഷക്കാലത്തിനുള്ളിൽ 510 കോടിയോളം രൂപയാണ് പാലക്കാട് മെഡിക്കൽ കോളേജിനായി LDF സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഉമ്മൻചാണ്ടി സർക്കാർ 100 കോടിയോളം ചെലവഴിച്ചതിൻ്റെ 5 ഇരട്ടിയാണ് 9 വർഷത്തിനുള്ളിൽ LDF സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ചികിത്സകൾ, സർജറി അടക്കമുള്ള ചികിത്സകളും മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി സെപ്റ്റോപ്ലാസ്റ്റി എന്ന മൂക്കിൻ്റെ പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള സർജറിയാണ് മെഡിക്കൽ കോളേജിൽ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നത്. അതുകൂടാതെ 15 കോടിയോളം രൂപ ആധുനിക സാങ്കേതിക വിദ്യകൾ വാങ്ങാനും അതേപോലെ തന്നെ ഉപകരണങ്ങൾ വാങ്ങാനുമായി പട്ടികജാതി പട്ടിക വകുപ്പ് പാലക്കാട് മെഡിക്കൽ കോളേജിന് അനുവദിച്ചിട്ടുണ്ട്. പട്ടികജാതി പട്ടിക വകുപ്പിന് കീഴിലാണ് പാലക്കാട് മെഡിക്കൽ കോളേജ് എന്നത് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 32ഓളം ഡോക്ടർമാരെയും അധികമായി നിയമിച്ചിട്ടുണ്ട്. മന്ത്രി OR കേളു കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പാലക്കാട് മെഡിക്കൽ കോളേജ് സന്ദർശിച്ചുകൊണ്ട് കൃത്യമായി അവിടുത്തെ നടപടിക്രമങ്ങളും അവിടുത്തെ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 15 കോടി രൂപയും അതേപോലെ തന്നെ 32 അധിക ഡോക്ടർമാരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി 162ഓളം ഡോക്ടർമാരാണ് നിലവിൽ പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഉള്ളത്. അതുകൂടാതെ പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ UDFൻ്റെ ഭരണകാലത്ത് വളരെ ശോചനീയാവസ്ഥയിലായിരുന്ന അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് ഇടതു സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലതുപക്ഷ മാധ്യമങ്ങളും അതേപോലെ തന്നെ പ്രതിപക്ഷ സംഘടനകളടക്കം വലിയ രീതിയിൽ വ്യാജ പ്രചരണവുമായി രംഗത്തെത്തുമ്പോൾ വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് മെഡിക്കൽ കോളേജ് എന്നത് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. മനു, ഏതായാലും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാറ്റം. ഓരോ ആരോഗ്യ മേഖലയിലെയും ആതുരാലയങ്ങളുടെ മികവിൻ്റെ ഇടങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നതിന് തന്നെയാണ്. അപ്പോഴും നമ്മൾ പറയുന്നുണ്ട്, ഒരു സംവിധാനത്തിലും പൂർണ്ണമായ നേട്ടം അല്ലെങ്കിൽ പൂർണ്ണമായ മികവിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയധികം വലിയൊരു ശൃംഖലയാണ്. അപ്പോൾ ചിലയിടങ്ങളിൽ ചില കുറവുകൾ സംഭവിക്കാം. ആ കുറവുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്തി മുന്നോട്ട് പോകുന്നു എന്നതാണ് എന്നെ സംബന്ധിച്ച് ഈ സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിനെ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഞാൻ കാണുന്നത്. കാരണം ഇപ്പോൾ ഹാരിസ് ചിറക്കലിൻ്റെ വിഷയം, ഡോക്ടർ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അത് ആരോഗ്യമന്ത്രി അതിനോട് പ്രതികരിക്കുന്നത് നിങ്ങൾ കണ്ടതാണല്ലോ. ആ ഡോക്ടറിനെ കുറ്റം പറയാതെ ആ ഡോക്ടർ പറഞ്ഞ ആരോപണത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് അത് പരിശോധിക്കാൻ ഒരു സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ്. അത് തന്നെ പോസിറ്റീവായൊരു സമീപനമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ അംഗീകരിക്കേണ്ടത് ആ സമീപനം കൂടിയാണ്. ഒരാൾ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ കുറ്റം പറയാതെ അത് പരിശോധിക്കുന്നു, അതിൽ വസ്തുതയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതുതന്നെയാണ് ഏറ്റവും പോസിറ്റീവായ സമീപനം. ഇത് തന്നെയാണ് ആരോഗ്യ മേഖലയിൽ നമുക്ക് എല്ലായിടങ്ങളിലും കാണാൻ കഴിയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ പ്രതിപക്ഷം അവർ വസ്തുതകളിലേക്ക് കടക്കാതെ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ്. സത്യത്തിൽ അതൊരു വലിയ മടുപ്പ് സൃഷ്ടിക്കുന്നുണ്ട് നമ്മുടെ ഇടയിൽ. ഒരു പ്രതിപക്ഷത്തിനെക്കുറിച്ചുള്ള എല്ലാ കാഴ്ചപ്പാടുകളുടെയും ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് പോകുന്നു കഴിഞ്ഞ 2 ടീമിലായിട്ടുള്ള പ്രതിപക്ഷം എന്ന് വളരെ ദയനീയമായി നമുക്ക് പറയേണ്ടി വരുന്നു എന്നതാണ് ഈ സമീപകാല സംഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയെടുക്കേണ്ടത്.